ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 29. 9/4/1987. സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നതിന് ഞങ്ങൾ ഒരു വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക. യേശു അവിടുത്തെ ഹൃദയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വീട് ഇവിടെയാണ്, എന്റെ ഹൃദയമധ്യത്തിൽ തന്നെ. മകളെ, എന്നിലേക്ക് മനുഷ്യരെ വലിച്ചടിപ്പിച്ചുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുക. എന്റെ മൂത്ത സഹോദരി ഈ സന്ദേശങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞു. എഴുതി കഴിഞ്ഞ 5 നോട്ട്ബുക്കുകളിലുള്ള സന്ദേശങ്ങൾ അവൾ വായിച്ചു. അതിന്റെ ഫലമായി ഒരു കസിനുമായി 8 വർഷമായി നിലനിന്നിരുന്ന കുടുംബ വഴക്ക് അവസാനിപ്പിക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. അവർ രണ്ടുപേരും ഇപ്പോൾ വീണ്ടും നല്ല സ്നേഹബന്ധത്തിലാണ്. ഈ സന്ദേശങ്ങൾ അവൾ വായിച്ചതല്ലാതെ ഞാൻ അവളോട് യാതൊന്നും പറഞ്ഞിരുന്നില്ല. പിന്നീട് അവളുടെ താമസ സ്ഥലമായ റോഡോസിലേക്ക് അവൾ തിരിച്ചുപോയി. അവൾ വീട്ടിൽ ചെന്ന് രാത്രി തന്നെ അവളുടെ ഭർത്താവിനോട് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹത്തിനും ഇക്കാര്യം വളരെ അത്ഭുതമായി തോന്നി. അന്നു രാത്രി അവർ രണ്ടുപേരും 5-6 നോട്ട്ബുക്കുകൾ വായിച്ചു. അതിനുശേഷം അവർ ഉറങ്ങുവാൻ പോയി. പക്ഷേ അദ്ദേഹത്തിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുകയും തന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഒരത്ഭുതം സംഭവിച്ചു. ഞാൻ കണ്ട അതേ ദർശനം അദ്ദേഹത്തിനും ലഭിച്ചു. മനോഹരമായ ഉദ്യാനവും ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനും കാവൽ നിൽക്കുന്ന അനേക ലക്ഷം മാലാഖമാരും. ആ പ്രകാശഗോളത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. എന്നെ പ്രവേശിപ്പിച്ചതുപോലെ തന്നെ. ദൈവ സാന്നിധ്യം അടുത്ത് അനുഭവിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം വിറയ്ക്കുവാനും കരയുവാനും തുടങ്ങി. അദ്ദേഹം തന്റെ ഭാര്യയെ വിളിച്ച് ഈ അനുഭവം പങ്കുവച്ചു. അപ്പോൾ തന്നെ അവർ എന്നെ വിളിച്ച് ഈ വിവരം എന്നെ അറിയിച്ചു. പിന്നീട് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഹെനോക്കിന്റെ പുസ്തകം വാങ്ങിക്കുവാൻ സാധിച്ചു. വായിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തുറന്ന പേജ് 102-ാമത്തെ പേജായിരുന്നു. അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ കണ്ടിട്ടുള്ള ദർശനം, മുകളിൽ വിവരിച്ചിരിക്കുന്ന ദർശനം ഹെനോക്കും ദർശിച്ചിട്ടുള്ളതായി വിവരിക്കുന്ന ഭാഗമാണ് ഞാൻ അവിടെ വായിച്ചത്. ആദ്യമായി മാർച്ച് 26-ന് ബംഗ്ലാദേശിൽ വെച്ചാണ് എനിക്ക് ഈ ദർശനം ലഭിച്ചത്. പിന്നീട് ഏപ്രിൽ 11-ന് പാരീസിലെ ഒരു ലൈബ്രറിയിൽ പുസ്തകം തിരയുന്നതിനിടയിൽ മെറ്റനോനിയ എന്ന പുസ്തകത്തിന്റെ കവർ പേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹെനോക്കിനും എനിക്കും എന്റെ സഹോദരി ഭർത്താവിനും ലഭിച്ചിട്ടുള്ള അതേ ദർശനത്തിന്റെ ചിത്രമാണ് ആ പുസ്തകത്തിന്റെ കവർ പേജിനുള്ളത്. മാലാഖമാർ കാവൽ നിൽക്കുന്ന പ്രകാശഗോളം. എന്റെ സഹോദരി പോയതിനു ശേഷം ദൈവം എന്നെ കൊണ്ട് സന്ദേശം എഴുതിപ്പിച്ചു. ദൈവം സഹോദരി ഭർത്താവായ സ്ട്രാറ്റോയ്ക്ക് വേണ്ടി ഒരു സന്ദേശം എഴുതിപ്പിച്ചു. ഞാൻ എന്റെ ആടുകളെ സ്നേഹിക്കുന്നു. എന്റെ ആടുകളെ ഐക്യപ്പെടുത്തി ഒന്നിച്ചു കൂട്ടുക. എന്റെ സന്ദേശം വായിക്കുന്നവരെല്ലാം എന്റെ അപ്പം ഭക്ഷിക്കുന്നവരാണ്. ആർക്കെല്ലാം എന്നിൽ നിന്ന് അടയാളം ലഭിക്കുന്നുവോ അവരെല്ലാം ഞാൻ എന്റെ കൃപയാൽ പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചിഹ്നം വരയ്ക്കുക. ഇച്ച് ദിസ്. എഡിറ്റേഴ്സ് നോട്ട്. ഇച്ച് ദിസ് is the Greek word for fish. The Greek initial stands for Jesus Christ, God's Son, the Savior. വസൂല, എന്റെ സന്ദേശം വേണ്ട പ്രകാരം സാരാംശപ്പെടുത്തി ചുരുക്കി എഴുതുവാൻ തുടങ്ങുക. ഞാൻ നിന്നെ പ്രകാശിപ്പിച്ച് നയിക്കാം. പല കാര്യങ്ങളും ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് നിന്നെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. നിനക്ക് അത് അത്യാവശ്യമായിരുന്നു. എന്റെ സന്ദേശം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമെന്നാണ് അറിയപ്പെടേണ്ടത്. ഇത് ആശ്ചര്യകരമാണ്. ഇതെല്ലാം നടക്കുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റു പലരും ഇത് സത്യമെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ എനിക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത്? ദൈവമാണ് എന്റെ കൈ നിയന്ത്രിക്കുന്നതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ദൈവം എന്റെ കൈയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ഞാൻ ശക്തിഹീനയായി തീരുന്നു. പേനയുടെ മേൽ എന്റെ ശക്തി വേണ്ടവണ്ണമില്ലാതെ തന്നെ ദൈവം എന്റെ കൈ മുന്നോട്ട് നീക്കുന്നു. അവിടുന്ന് എനിക്ക് അസംഖ്യം തെളിവുകൾ നൽകിയിട്ടുണ്ട്. എന്നിട്ടും എനിക്കിപ്പോഴും സംശയമുണ്ടാകുന്നു. പ്രിയപ്പെട്ടവളെ, ഞാൻ കർത്താവാണ്. നിന്റെ ബലഹീനതകൾ എനിക്ക് നൽകുക. എന്റെ ശക്തി
അവയെ ഇല്ലാതാക്കട്ടെ. എന്റെ ബലഹീനതയെ സഹിക്കുന്ന ദൈവത്തിന്റെ ക്ഷമ എത്ര വലുതാണ്. ഞാൻ ആരാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് പ്രധാനമായും എനിക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ള ഭക്തരായ ആളുകളോട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഞാനും അവരും തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായി അറിയാം, ഞാൻ ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ളത്. ഇത് വെറും തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ഒരിക്കൽ ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞു, ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിക്ഷേപിക്കുവാൻ പിശാചിനും കഴിയുമെന്ന്. എന്നെപ്പറ്റി മറ്റുള്ളവർ പറയുന്നതെല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നു. ഫ്രോയിഡിന്റെ പുസ്തകം വായിക്കുവാൻ തുടങ്ങിയ ഒരു സ്നേഹിത പറഞ്ഞത്, ദൈവത്തോടുള്ള സ്നേഹമെന്നൊക്കെ പറയുന്നത് ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചില വികല്പങ്ങൾ മൂലമെന്നാണ്. ഇത് പൊള്ളത്തരമാണ്. അവളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സ്നേഹിക്കുക എന്നത് ഒരുതരം രോഗാവസ്ഥയാണെന്നാണ്. അവളുടെ തത്വമോ അഥവാ ഫ്രോയിഡിന്റെ തത്വചിന്തയോ എന്നെ തെല്ലും സ്വാധീനിക്കുന്നില്ല. ഇത്തരം തത്വങ്ങളെക്കുറിച്ച് ദൈവം എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഫ്രോയിഡിന്റെ തത്വം എനിക്ക് സ്വീകാര്യമല്ല, കാരണം അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. യൂങ് പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചല്ലോ. ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെല്ലാം ഭൗതിക വസ്തുക്കളാണ്. എന്റെ കുഞ്ഞെ, മനുഷ്യർ എപ്പോഴും മാനുഷികമായ രീതിയിൽ വിധിക്കുന്നു. കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമാണ് ഞാൻ. എന്നാൽ എന്നെക്കുറിച്ച് തീരെ കുറച്ചു മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നാൽ അങ്ങ് യാതൊന്നിനും കൊള്ളാത്ത ഒരാളിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത്. നീയും എന്റെ മകളാണ്. മനുഷ്യകുലത്തിലെ ഏറ്റവും നികൃഷ്ടാവസ്ഥയിൽ ഉള്ള വ്യക്തിയെയും ഞാൻ സ്നേഹിക്കുന്നു. 10/4/1987. എന്റെ ക്രൂശീകരണം മണിക്കൂറുകൾ നീണ്ടുനിന്നു എന്നോർക്കുക. മണിക്കൂറുകളോളം ഞാൻ പീഡ അനുഭവിച്ചു. എന്റെ രക്തം മുഴുവനും ചിന്തപ്പെട്ടു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുക. യേശു വളരെ ദുഃഖിതനായും ആശ്വാസം ആഗ്രഹിക്കുന്നവനായും കാണപ്പെട്ടു. ഈ ദിവസങ്ങളിൽ അവിടുത്തെ ക്രൂശീകരണത്തെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചു. ക്രൂശീകരണ ദൃശ്യങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരുന്നു. ചില അവസരങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം അത്ര ശക്തമായതിനാൽ എനിക്ക് അവിടുത്തെ സ്പർശിക്കാമെന്ന് പോലും തോന്നിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടായി. അവിടുന്ന് ചലിക്കുമ്പോൾ വായുവിലുണ്ടാവുന്ന ചലനം പോലും എനിക്ക് അനുഭവപ്പെട്ടു. 16/4/1987. പെസഹ വ്യാഴം. വസൂല, ഞാൻ എന്റെ ദേവാലയത്തിൽ സന്നിഹിതനായിരുന്നു. ഞാൻ എന്റെ കുരിശിനു മുമ്പിലായി നടന്നിരുന്നു. ഏതാനും നിമിഷം ഞാൻ നിന്റെ മുമ്പിൽ നിന്നു. കുരിശിന്റെ പ്രദക്ഷിണം നടക്കുമ്പോൾ കുരിശു വഹിച്ചു കൊണ്ടുപോകുന്ന പുരോഹിതനും മെഴുകുതിരി പിടിച്ചുകൊണ്ടുപോകുന്ന കുട്ടികൾക്കും നടന്നു പോകുന്നതിന് ഞങ്ങൾ വഴിമാറിക്കൊടുത്തു. വളരെ മങ്ങിയ വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ പുരോഹിതന് വഴി നല്ല പോലെ കാണുവാൻ കഴിയാതെ നേരെ എന്റെ മുമ്പിൽ കുരിശുമായി വന്ന് ഏതാനും നിമിഷം നിൽക്കേണ്ടി വന്നു. എന്റെ കൂടെയുണ്ടായിരുന്ന കസിൻ ഇതുടൻ തന്നെ ശ്രദ്ധിച്ചു. എന്റെ ഹൃദയം സ്പന്ദിക്കുവാൻ തുടങ്ങി. എങ്ങോട്ടും മാറുവാൻ സ്ഥലവുമില്ല. കുരിശ് എന്റെ നേരെ മുമ്പിലും. എന്റെ മകളെ, ഇക്കഴിഞ്ഞ വർഷങ്ങളെല്ലാം നീ എന്റെ പ്രിയപ്പെട്ട ദേവാലയത്തിൽ വരുന്നതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ദേവാലയത്തിൽ അവസാനമായി വന്നത് 15 വർഷം മുമ്പ് എന്റെ മൂത്ത മകന്റെ മാമോദീസയ്ക്കായിരുന്നു. എന്റെ കർത്താവും രക്ഷകനുമായവനെ, അങ്ങ് എന്നെ അന്വേഷിച്ചു കണ്ടെത്തി അങ്ങയുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വർഷങ്ങളായി അങ്ങ് എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ കുരിശിന്റെ മുമ്പിലുണ്ടായിരുന്നു. എന്നെ ആരാധിക്കുവാൻ വന്നവരെയെല്ലാം ഞാൻ അനുഗ്രഹിച്ചു. വിശുദ്ധ കുരിശ് ദേവാലയത്തിന്റെ മധ്യഭാഗത്തായി വെച്ചിരുന്നു. ഓരോരുത്തരായി പോയി വിശുദ്ധ കുരിശിനെ ചുംബിച്ചു. 17/4/1987. ദുഃഖവെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യേശുവിന്റെ കല്ലറയെ മൂടിയിരുന്ന പുഷ്പങ്ങൾ പുരോഹിതൻ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. പൂക്കുലകളായിട്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് കൊടുക്കുന്നത്. എനിക്ക് 3 പുഷ്പങ്ങൾ മാത്രമാണ് കിട്ടിയത്. പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലാക്കുവാൻ എനിക്കുണ്ടായിരുന്ന പ്രയാസം നീക്കുവാനുള്ള ദൈവത്തിൽ നിന്നുള്ള ഒരടയാളമായിട്ട് ഞാൻ ഇതിനെ കരുതി. 2 ദിവസമായി ഞാൻ സന്ദേശങ്ങൾ എഴുതിയെടുത്തില്ല. ഇതുമൂലം ദൈവ സാന്നിധ്യം ശക്തിയായി എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. എന്റെ ദൈവമേ,
വളരെ നാളായല്ലോ. എത്ര നാളായി? 2 ദിവസം. വസൂല, 2 ദിവസമോ? അപ്പോൾ വർഷങ്ങളായി നിനക്ക് വേണ്ടി കാത്തിരുന്ന ഞാൻ എന്തു പറയണം? യേശുവെ, എനിക്കൊന്നും പറയാനില്ല. അങ്ങയെ വേദനിപ്പിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. വരൂ, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതാനും നിമിഷ നേരത്തേക്ക് അവരുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ എന്നെ അനുവദിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ എന്റെ കവിഞ്ഞൊഴുകുന്ന സ്നേഹം നിറയ്ക്കുവാനാണ്. യേശു അത്യധികം സ്നേഹത്തോടും ആർദ്രതയോടുമാണ് ഇക്കാര്യം പറഞ്ഞത്. ദൈവം പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകാൻ തുടങ്ങുമ്പോഴെല്ലാം സാത്താനോ അവന്റെ അനുയായികളോ എന്നെ ആക്രമിക്കാറുണ്ട്. ശാരീരികമായി എന്നെ ആക്രമിക്കാറില്ലെങ്കിലും സന്ദേശം എഴുതിയെടുക്കുമ്പോൾ എനിക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുവാനും ശപിക്കുവാനും അവനെ അനുവദിച്ചിരുന്നു. സാത്താന്റെ വാക്കുകളെ തിരിച്ചറിയുവാൻ ദൈവം എന്നെ പഠിപ്പിച്ചിരുന്നതുകൊണ്ട് അവന്റെ വാക്കുകൾ പൂർത്തിയാക്കുവാൻ പോലും ഞാൻ സമ്മതിക്കാറില്ല. ഇത് സാത്താനെ കോപാകുലനാക്കാറുണ്ട്. അഥവാ സാത്താന്റെ വാക്ക് എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് എഴുതുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം എന്റെ കൈവിരലിനെ തടയാറുണ്ട്. ദൈവം പ്രത്യേക സന്ദേശങ്ങൾ നൽകുവാൻ തുടങ്ങുമ്പോഴാണ് സാത്താന്റെ ഇത്തരം ഉപദ്രവം ശക്തമാകുന്നത്. ഇപ്പോൾ എനിക്ക് സാത്താന്റെ ഉപദ്രവ രീതി അറിയാം. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് നിരാശ തോന്നാറുണ്ടെങ്കിലും ദൈവത്തിൽ നിന്നുള്ള സന്ദേശം എഴുതിയെടുക്കുന്നതിൽ നിന്ന് ഞാൻ പിന്മാറാറില്ല. 23/4/1987. സ്വാതന്ത്ര്യം എന്താണെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ദൈവം എന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വതന്ത്രയായിരുന്നു. സന്തോഷകരമായ കുടുംബജീവിതവും പ്രശ്നങ്ങളില്ലാത്ത ജീവിതവുമായിരുന്നു. ഇപ്പോൾ ഈ സന്ദേശം നൽകുന്ന ഭാരമൊന്നുമില്ലായിരുന്നു. എന്നാൽ അപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അങ്ങനെയിരിക്കെ ദൈവം എന്നെ പെട്ടെന്ന് പിടിക്കുന്നു. ആദ്യം എനിക്ക് അതിഷ്ടപ്പെട്ടില്ല, കാരണം എനിക്ക് ദൈവത്തോട് സ്നേഹമില്ലായിരുന്നു. എന്നാൽ 3 മാസം കൊണ്ട് അവിടുത്തെ സ്നേഹിക്കുവാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ 8 മാസമായിരിക്കുന്നു. ഈ ഭാരം ഇറക്കി വെക്കുവാൻ ഞാൻ സ്ഥലം അന്വേഷിക്കുന്നു. എങ്ങനെ ഈ ഭാരം ഇറക്കി വെക്കുവാൻ കഴിയും? ഇത് വലിയ ഭാരമാണ്. സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? കർത്താവായ ഞാൻ എന്താണ് സ്വാതന്ത്ര്യം എന്നത് നിനക്ക് പറഞ്ഞു തരാം. എഴുതിയെടുക്കുക. ലൗകിക വ്യഗ്രതകളിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ചുകൊണ്ട് എന്റെ അടുക്കിലേക്ക് എന്നിലേക്ക് പറന്നെടുക്കുന്നതാണ് സ്വാതന്ത്ര്യം. ദൈവമായ ഞാൻ വന്ന് നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നീ സ്വതന്ത്രയാണ്. വസൂല, നീ ലോകബന്ധനത്തിൽ കഴിഞ്ഞിരുന്നപ്പോൾ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് നീ ഒരു തടവുകാരിയായിരുന്നു. എന്നാൽ ഒരു പ്രാവിനെ പോലെ നീ സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവളെ, നീ കൂട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. നീ എന്ന വ്യക്തി സ്വതന്ത്രമായി പറക്കട്ടെ. എന്റെ എല്ലാ മക്കൾക്കും ഞാൻ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം നീയും അനുഭവിച്ചറിയട്ടെ. എന്നാൽ ഞാൻ നൽകിയിരിക്കുന്ന ഈ കൃപ അവരിൽ എത്രയോ പേർ നിരസിക്കുന്നു. നീ വീണ്ടും പിടിക്കപ്പെടുന്നതിനും കൂട്ടിലടയ്ക്കപ്പെടുന്നതിനും അനുവദിക്കരുത്. ബന്ധിക്കപ്പെട്ട് കൂട്ടിലടയ്ക്കപ്പെട്ട നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. ഞാൻ കടന്നുപോയപ്പോൾ നിന്റെ കൂട്ടിൽ പിടഞ്ഞ് സാവധാനം മരിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ ഞാൻ കണ്ടു. വസൂല, എന്റെ ഹൃദയം നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എങ്ങനെ നിന്നെ രക്ഷിക്കാതിരിക്കും? ഞാൻ വന്ന് നിന്റെ കൂട് പൊളിച്ചു, പക്ഷേ നിന്റെ ചിറകുകൾ നിനക്ക് ഉപയോഗിക്കുവാൻ കഴിയാത്തവണ്ണം അത്രമാത്രം നിനക്ക് പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വാസസ്ഥലത്തേക്ക് നിന്നെ എടുത്തുകൊണ്ടുപോയി വാത്സല്യത്തോടെ നിന്നെ സുഖപ്പെടുത്തി വീണ്ടും പറക്കുവാൻ നിന്നെ പ്രാപ്തയാക്കി. എന്റെ കുഞ്ഞു പ്രാവ് പറക്കുന്നതും അത് ആദ്യം മുതൽ ആയിരിക്കേണ്ടിടത്ത് ഇപ്പോൾ ആയിരിക്കുന്നതും കാണുമ്പോൾ എന്റെ ഹൃദയം അത്യധികം ആനന്ദിക്കുന്നു. യേശു ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അത്യധികം സന്തോഷത്തോടെയാണ് ഇത് പറയുന്നത്. കർത്താവായ ഞാൻ നിന്നെ സ്വതന്ത്രയാക്കി. ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തി. നിന്റെ ദുരിതത്തിൽ നിന്ന് ഞാൻ നിന്നെ വിമോചിപ്പിച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടികൾ ഒരിക്കലും നിന്നെ വിട്ടുപിരിയുന്നില്ല. നീ എപ്പോഴും എന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നറിയാവുന്നതുകൊണ്ട് എന്റെ പ്രാവ് പറക്കുന്നത് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെന്നാൽ നിന്റെ രക്ഷകനും ഗുരുവുമായവനെ നീ തിരിച്ചറിയുന്നു. എന്റെ സൗഹൃദ താപം നിനക്ക് ആവശ്യമാണെന്നും നീ എപ്പോഴും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ഹൃദയമധ്യത്തിലാണ് നിന്റെ വാസസ്ഥലമെന്നും നിനക്കറിയാം. നീ ഇപ്പോൾ എന്റേതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഗുരുവാണ്. സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന കാര്യം എന്റെ മനസ്സിലൂടെ കടന്നുപോയി.
അവിടെ വെച്ച് എന്നിൽ വീണ്ടും മാറ്റമുണ്ടാകുമോ എന്ന് ഞാൻ ശങ്കിച്ചു. വസൂല, നീ വീണ്ടും ചെളിയിൽ വീഴുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഭയപ്പെടേണ്ട. നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും നിന്റെ സമീപത്തുണ്ടായിരിക്കും. കാരണം നീ സ്വിറ്റ്സർലാൻഡിൽ താമസിക്കുമെന്നുള്ളത് എന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. ദൈവം ഇപ്രകാരം ചിന്തിക്കുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. അതിനുശേഷം ഞാൻ ദൈവത്തോട് അക്കാര്യം ചോദിക്കുകയും ചെയ്തു. യൂറോപ്പിൽ എന്റെ വചനവിത്ത് വിതയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വസൂല, എന്റെ വിതക്കാരിയായിരിക്കുക. വസൂല, എന്നെ മുറിവേൽപ്പിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കുക. നിന്റെ കണ്ണുകളെല്ലാം കാണുകയും എന്റെ സൃഷ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിരീക്ഷിക്കുകയും ചെയ്യട്ടെ. അവർ എന്നെ എത്ര നിസ്സാരമായിട്ടാണ് പരിഗണിക്കുന്നതെന്ന് നിന്റെ ഹൃദയം ഗ്രഹിക്കട്ടെ. അവർ എന്നെ അവഹേളിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതും നിന്റെ ചെവികൾ കേൾക്കട്ടെ. ഇതെല്ലാം കണ്ട് നീ എതിർപ്പ് പ്രകടിപ്പിക്കുകയില്ലേ? എന്റെ ജനം എന്നെ എപ്രകാരം മറന്നുകളഞ്ഞിരിക്കുന്നുവെന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നീ എനിക്ക് വേണ്ടി കരയുകയില്ലേ? വസൂല, ദുഷ്ടതയുടെയും അനുസരണമില്ലായ്മയുടെയും അകൃത്യങ്ങളുടെയും ലോകത്തിലെ സകല വഷളത്തരങ്ങളുടെയും മധ്യേ ജീവിക്കുവാൻ ഞാൻ നിന്നെ ഇടയാക്കും. ഒരു പ്രാവിനെ പോലെ ഇവയുടെ മീതെ പറന്ന് കയ്പ് നിറഞ്ഞ സങ്കടത്തോടെ നീ ഇതെല്ലാം നിരീക്ഷിക്കും. നീ എന്റെ സമർപ്പണ ബലിയായിരിക്കും. നീ എന്റെ ലക്ഷ്യവുമായിരിക്കും. വേട്ടമൃഗത്തിന്റെ പിന്നിൽ വേട്ടക്കാരൻ എന്ന പോലെ അവർ തങ്ങളുടെ ആയുധങ്ങളുമായി നിന്നെ പിന്തുടർന്ന് വേട്ടയാടും. നിന്നെ നശിപ്പിക്കുവാൻ കഴിയുന്നവർക്ക് വലിയ പ്രതിഫലം ലഭിക്കും. കർത്താവെ, എനിക്കെന്തു സംഭവിക്കും? മകളെ, ഞാൻ നിന്നോട് പറഞ്ഞു തരാം. യാതൊന്നും വൃഥാവിലാവുകയില്ല. ഭൂമിയിലെ നിഴലുകൾ നീങ്ങിമറയും. മഴയുടെ ആദ്യ തുള്ളികളിൽ തന്നെ കളിമണ്ണ് അലിഞ്ഞ് ഇല്ലാതായിത്തീരും. പക്ഷേ നിന്റെ ദേഹി ഒരിക്കലും ഇല്ലാതായിത്തീരുകയില്ല. കർത്താവായ ഞാൻ ഒരിക്കൽ നിന്നോട് ചോദിച്ച ചോദ്യത്തിന് നീ നൽകിയ ഉത്തരം ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനൊരിക്കൽ നിന്നോട് ഇപ്രകാരം ചോദിച്ചു: ഏത് ഭവനമാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്, നിന്റെ ഭവനമോ അഥവാ എന്റെ ഭവനമോ? എന്റെ ഭവനമാണ് പ്രധാനപ്പെട്ടത് എന്ന ശരിയായ ഉത്തരം നീ നൽകുകയുണ്ടായി. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ നിന്നെ എപ്പോഴും എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു. നമുക്ക് പോകാം. എന്റെ സാന്നിധ്യം മറക്കാതിരിക്കുക. 26/4/1987. പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നോട് പറയട്ടെ, നീ ജനിക്കുന്നതിനു മുമ്പ് തന്നെ നിന്നെക്കുറിച്ചുള്ള എന്റെ പദ്ധതികൾ ഞാൻ രൂപീകരിച്ചു. നമ്മളെപ്പോഴും ഒന്നിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. നിനക്കതിന് സമ്മതമാണോ? എന്റെ ദൈവമേ, എനിക്ക് സമ്മതമാണ്. എന്റെ കഴിവില്ലായ്മയിൽ അങ്ങനെ സ്വീകരിക്കുമെങ്കിൽ. വസൂല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ സാത്താൻ നിന്നെ ശക്തമായി ഉപദ്രവിച്ച് ആക്രമിച്ചിരുന്നു. എന്നിരുന്നാലും ഞാൻ ആഗ്രഹിച്ചതെല്ലാം നിന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. ഞാൻ നിന്നെ ആവരണം ചെയ്ത് സംരക്ഷിച്ചു. സാത്താൻ എന്നെ ശപിച്ചുകൊണ്ടിരുന്നപ്പോഴാണോ അങ്ങനെ ആവരണം ചെയ്ത് സംരക്ഷിച്ചത്? അവൻ നിന്നെ മ്ലേച്ഛമായി ശപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയായിരുന്നു. ഞാൻ നിന്നെ സംരക്ഷിച്ചു. പിന്നീട്? വസൂല, ഞാൻ നിന്നോട് പറയുന്നു, നീ എത്രമാത്രം ചെറുതായിരിക്കുന്നുവോ അത്രമാത്രം വലുതായി ഞാൻ നിന്നെ സഹായിക്കുന്നതായിരിക്കും. നിന്നിൽ പ്രവർത്തിച്ച് നിന്നിൽ എന്റെ ഹിതം നിറവേറ്റുന്നതിന് എന്നെ അനുവദിക്കുക. നീ ഒന്നുമില്ലായ്മയാണെന്ന് ഗ്രഹിക്കുക. എന്റെ വചനം ലോകത്തിന്റെ അതിർത്തികൾ വരെ വ്യാപിക്കുന്നതിനും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയുമായ എന്റെ പ്രവൃത്തികൾ ഓരോ ഹൃദയത്തെയും ആകർഷിക്കുന്നതിനുമായി നീ ഒന്നുമില്ലായ്മയായി കഴിഞ്ഞുകൊണ്ട് സർവവുമായിരിക്കുവാൻ എന്നെ അനുവദിക്കുക. നിന്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കുവാൻ എന്നെ അനുവദിക്കുക. ഇതുമൂലം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളാൽ നീ അഹങ്കരിക്കാതിരിക്കുവാൻ നിന്നെ സഹായിക്കും. നീ എന്റെ നിർമ്മലമായ ബലിപീഠമായി തീരുക. മനുഷ്യരെ പിടിക്കുന്ന മുക്കുവത്തി, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയുമായ എന്റെ വല ലോകമെങ്ങും വീശുക. ആ വല വലിച്ചെടുക്കുക. ആ വല കൊണ്ട് പിടിച്ചവയെ നോക്കി ഞാൻ സന്തോഷിക്കട്ടെ. ഞാൻ ശരീരത്തിൽ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ചെറിയ കൂട്ടം മനുഷ്യരെ പിടിക്കുന്ന മുക്കുവരായി തീരുവാൻ ഞാൻ പരിശീലിപ്പിച്ചു. മനുഷ്യവർഗം മുഴുവനിലേക്കും എന്റെ വചനം പ്രഘോഷിക്കുവാൻ ഞാൻ അവരെ ഭൂമിയിൽ നിയോഗിച്ചു. കർത്താവായ യേശുക്രിസ്തുവായ ഞാൻ നിന്നെ പരിശീലിപ്പിക്കുകയും എങ്ങനെയാണ് അവർ ഈ ദൗത്യം നിറവേറ്റിയതെന്ന് നിനക്ക് കാണിച്ചു തരികയും ചെയ്യും. ഞാൻ എന്തു പറയുവാനാണ്? എന്നെ കൊണ്ട് എന്തു ചെയ്യുവാൻ കഴിയും? പിന്നെയല്ലേ ഇത്തരമൊരു വലിയ ദൗത്യം.
ദിവസം കഴിയുന്തോറും ഈ സന്ദേശങ്ങൾ ഭാരമേറിയതായി അനുഭവപ്പെടുന്നു. എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ ഏതു വഴിയിൽ? എന്റെ മുമ്പിൽ ഈ വെളിപാടുകളുടെ ഭാരം ഒരാൽപ്സ് പർവ്വതം പോലെ നിലകൊള്ളുന്നു. എന്റെ കുരിശ് ഞാൻ നിന്നോടൊപ്പം വഹിക്കുകയാണ്. അതെ, ശരിയാണ്, എന്റെ കുരിശ് ഭാരമുള്ളതാണ്. എന്നിരുന്നാലും തളരാതിരിക്കുക. കർത്താവായ ഞാൻ നിന്നെ സഹായിക്കുന്നുണ്ട്. എന്നോടൊപ്പം ചേർന്ന് നിൽക്കുക. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. എന്നാലും ഇത് വളരെ കൂടുതലാണ്. തുടർന്നെഴുതുവാൻ യേശു എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. വസൂല, ഇത്രത്തോളം ഞാൻ നിന്നെ സഹായിച്ചിട്ടില്ലേ? ഞാൻ പിന്നെ എന്തിനു നിന്നെ കൈവിടണം? എന്നെ പൂർണ്ണമായി ആശ്രയിക്കുക, എന്നിൽ വിശ്വാസം അർപ്പിക്കുക. ഞാൻ ആരംഭിച്ചതും ആശീർവദിച്ചതും ഞാൻ പൂർത്തിയാക്കും. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.